ഹരി ഓം. SPYSS ശ്രീമദ് നാരായണീയ പഠനത്തിന്റെ ഭാഗമായുള്ള വാമന ഗ്രൂപ്പിന്റെ 10 ദശകം 1 മുതൽ 10 വരെയുള്ള ദശകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ഇന്ന് പരശുരാമ ഗ്രൂപ്പിന്റെ 11 മുതൽ 20 വരെയുള്ള ദശകങ്ങളാണ് ഇന്ന് നമ്മളെ ചൊല്ലുന്നത്. ഇതിന്റെ ഗൈഡൻസ് നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രമാക്കയാണ്. ഹരിയോം രമാക്ക. രമാക്കയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്, പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ ഇതിനെ കുറിച്ച്. ഹരിയോം. ഹരിയോം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്നൊരു നല്ല ദിവസം, വൈകുണ്ഠ ഏകാദശി. ഭഗവാന്റെ അനുഗ്രഹം മതിയാവോളം നമുക്കും എല്ലാവർക്കും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വായിക്കാൻ സാധിച്ചതും ഒരു ഭാഗ്യം തന്നെ. ഇന്നത്തെ ദിവസം 11 തൊട്ട് 20 വരെയുള്ള ദശകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അതിലെ 14ാമത്തെ ദശകത്തിൽ 9ാമത്തെ ശ്ലോകം കപിലാവതാരമാണ്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ ഭാഗം വരുന്നവര് പിന്നെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന ശ്രുതി ചൊല്ല സ്തുതിക്കുക ഭഗവാനെ. 16ാമത്തെ അധ്യായത്തില് 2ാമത്തേതാണ് അവതാരം, നരനാരായണ അവതാരം. 18ാമത്തെ അധ്യായത്തില് 4ാമത്തേതാണ് അവതാരമായി വരുന്നത്. 20ാമത്തെ അധ്യായത്തിൽ 9ാമത്തെ ശ്ലോകമാണ് അവതാരം. ഈ ശ്ലോകങ്ങള് ലഭിക്കുന്നവര് ഭഗവാനെ സ്തുതിക്കാൻ മറന്നു പോവരുത് എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അധ്യായങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി 11ാമത്തെ അധ്യായമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും ജനനമാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. വൃത്തം ഉപജാതിയാണ്. ക്രമേണ സർഗേ പരിവർത്തമാനേ കഥാപി ദിവ്യാസനഗാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേതിരേ മാരുതമന്ദിരേശ. മനോജ്ഞനൈ ശ്രേയസകാനനാദൈഃ അനേകവാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീതകക്ഷ്യ. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിച്ചൂൻ ദ്വാസ്തൗ ജയസ്താൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. വൈകുണ്ഠലോകാനുജിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേദം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോ സ്ഥിതിനേ മധുസ്ഥാൻ. തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ കകേശ്വരാം സാർപ്പിതചാരുബാഹു ആനന്ദയം സ്ഥാനഭിരാമമൂർത്തിയാ. പ്രസാദ്യ ഗീർഭിക്സ്തുവദോ മുനീന്ദ്രാൻ അനന്യനാഥാവധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രീഭിർമാം ഉപേദമിത്യാർത്ഥ കൃപം ന്യഗാദി. ത്വദീയ ഭൃത്യാവത കാശ്യപാത്തൗ സുരാരിവീരൗ ഉദിതൗ ദ്വിതൗ ത്വൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ. ഹിരണ്യപൂർവശ്ച കശിപുക്കിലൈകഃ പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാന്യരുന്ധാം നിജവാസനാന്ധൗ. തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ അനവാപ്തവൈരീ ഭവത്പ്രിയാം ശ്മാം സലിലേ നിമജ്യ ചചാര ഗർവാദ് വിനധൻ ഗതാവാൻ. തതോ ജലേശാൽ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്വാം ഭക്തൈകദൃശ്യക് സകൃപാനിധേ ത്വം നിരുന്ധി രോഗാൻ മരുതാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് ദശകം 12 വരാഹ അവതാരം. ഇവിടെ വൃത്തം വസന്ത തിലകം. സ്വായംഭുവോ മനുരഥോ ജനസർഗശീലോ
ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. പ്രജാസൃജതി മയ്യവ നിർനിമിഗ്ന കാനം സരോജ ഭവ കൽപ്പയ തത്പ്രജാനാം ഇത്യേവമേഷം കഥിതോ മനുനാ സ്വയംഭൂത് അംബോരുകാക്ഷ തവ പാദയുഗം വ്യചിന്തീത്. ആഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താത് അദ്യാപി മജ്ജതി മഹീ കിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യതോസ്യ നാസാ പുടാത് സമഭവ ശിശുകോലരൂപീ. അങ്കുഷ്ടമാത്രവ പുരസ്താത് ഭൂയോദകുംഭി സദൃശ സമദൃംഭദാസ്ത്വം അഭ്രേദധാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരദാം വിധിരകാ സഹസൂനുഭിः സ്വൈർ. കോസാവചിന്യ മഹിമാ കിടിരുക്തിദോ മേ നാസാ പുടാത് കിമു ഭവേദജിതസ്യ മായാ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്താ സത്യസ്ഥിതാശ്ച മുനയോ നുനുവിർഭവന്തം തത്തോഷഹർസുലമുനാ പരിണത്യ ഭൂയ ഭോയാശയം വിപിലമൂർത്തിരവാതരസ്ത്വം. ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമാ പ്രോക്ഷിപ്തവാലതിരവാങ്മുഖഘോരഘോണ തൂർണപ്രതീർണ ജലധ പരികൂർണദഷ്ണ സ്തോത്രോന്മുനീൻ ശിശിരയന്നവതേരിതത്വം. അന്തർജലം ദദന സങ്കുലനക്രചക്രം സാമിത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതിം അവവേഷയസ്ത്വം. ദൃഷ്ട്വാ ദദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ജഡിതി കടുകിടിർവിഭോ കൂടകിടിർവിഭോ ത്വം ആപാതുകാനവിഗണയ്യ സുരാരികേടാൻ ദംഷ്ട്രാങ്കുരേണ വസുതാം അദധാത് സലീലം. അഭ്യുത്തരന്നദരാം ദശനാഗ്രലഗ്ന മുക്താങ്കുരാങ്കിത ഇവാധിക ബീവരാത്മാ ഉദ്ധൂതഘോര സലിലാദ്ഭരഭേരുദഞ്ജൻ പീഡാവരാഹവപുരീശ്വര പാഹി രോഗാത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 13. ഹിരണ്യാക്ഷവധം. വൃത്തം ശിഖരിണി. ഹിരണ്യാക്ഷം താവത് വരദഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഗാപരിമുതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ശനൈരൂചേ നന്ദൻ തനുജമഭിനിന്ദം സ്തവ ബലം. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗദിതാഃ നദൻ കാസൗ കാസ്വാ ഇതി സമുനിനാ ദർശിതപദോ ഭവന്തം സംപ്രാപതരണിധരമുദ്യന്തമുദകാത്. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈ ദുരുക്തൈർവിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസവമുദയുക്താ മൃദവിതൗ. ഗതാപാണൗ ദൈത്യേ ത്വമപി ഹി ഗൃഹീതോ ന ദഗതോ നിയുദ്ധേന ക്രീഡൻ ഗഡഗഡരവോത്കുഷ്ടവിയതാ ഗണാലോകൈസ്മിളതി സുരസംഗേ ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാദപ്രദമിതി ദാത്രാ ജഗദിശേ. ഗതോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗതായാം ദിദിപോ
ഗദാഘാതാദ്ഭൂമൗ ജഡിതി പതിതായ മഹാഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോരുരുചിഷേ തഥാ ശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിത്തന്ത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിദുദം സ്വാം സമതനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീ ഭവച്ചക്രജ്യോതിഷ്കണലവപനിപാതേന വിദുതേ തതോ മായാചക്രേ വിദതഗനരോഷാന്തമനസം ഗരിഷ്ഠാഭിമുക്തിപ്രഹൃതിഭിരഭിഗ്രന്ഥമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി മഹാകായാസോയം തവ ചരണപാദപ്രമദിതോ ഗളദ്രക്തോ വക്ത്രാദ അപദൃശിഭിശ്ലാഘിതാഹതി തദാ ത്വാമുദ്ധാമപ്രമദപരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിസ്തുതിഭിരന്നുവന്നദ്വരതനും त्वचिच्छन्दो रोमस्वभिकुशगणचक्षुषिघृतं चतुर्होतारोङ्घ्रौ सृगभि वदने च ओदर इडा ग्रहाजिह्वायां ते परपुरुषकर्णे च चमसा विभो सोमो वीर्यं वरदगणदेशेऽप्युपसत മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർനോദിതമനാ മഹീയസ്യാ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വദിഷ്ണ്യം സംപ്രാപ്താ സുകരസവിഹാരീ മധുരിപോ നിരുന്ദ്യാരോഗം മേ സകലമിപി വാതാലയപതേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 14 കപിലാവതാരം 9-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. വസന്തമാലിക വൃത്തമാണ് ഇവിടെ. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മഃ സമനുപങ്കജ സംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സമയേ ഖലു തത്ര കർദവാക്യോ ദ്രുഹിണച്ചായ ഭവസ്തദീയവാച ഹൃദസർഗരസോ നിസർഗരമ്യം ഭഗവംസ്താമയുധം സമാസിഷേവേ. ഗരുഡോപരി കാലമേഘകമ്രം വിലസത്കേളി സരോജപാണി പത്മം ഹസിതോല്ലസിതാനനം വിഭോ ത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ഉപദയ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദൈതാന്നവാവിപുത്രീം കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിച്ചാപ്യനുഗൃഹ്യ നിർഗതോപോ. സമനുഷ്യതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവദീരിത നാരദോപദിഷ്ടഃ സമഗാത് കർദമമാഗതി പ്രതീക്ഷം. മനുനോപഹൃതാഞ്ച ദേവഭൂതീം തരുണീരത്നമവാദ്യ കർദമോസൗ ഭവദർച്ചന നിർവിദോപി സതസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. സപുനസ്ത്വതുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവ പദേഷു ദേവഹൂത്യാ. ശതവർഷമഥ വ്യതീത്യ സോയം നവകന്യാ സമവാപ്യ കന്യരൂപ വനയാന സമുദ്യതോപി കാന്താ ഹൃതകൃത്വ ജനനോത്സുകോ ന്യവാസീത്. നിജഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാ മദദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
വനമേയുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്വമുപാദിശഞ്ജനന്യേ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാഗതൗകാത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 15 കപിലോപദേശം. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ദേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാനി അപിഹൃതവിദസാക്ഷി പുരുഷ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗോ മുച്യത്തെ സൗ പ്രകൃത്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ. പ്രകൃതിഗത ഗുണൗഘൈനാജ്യതേ പുരുഷോയം യതി തു സജതി തസ്യാം തദ്ഗുണാസ്തംഭചേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ. വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ. മമ ഗുണഗണലീലാ കർണനൈ കീർത്തനാദ്യൈഃ മൈസുര സരിദോഘ പ്രഖ്യചിത്താനുവൃത്തിഃ ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്തൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശതി ഹി ഗൃഹസക്തോ യാതനാം മയ്യ ഭക്തഃ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ. യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോ ലംഘ്യ ബാല്യം പുനരഭിപദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ. പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗൃഹസ്ഥഃ സ ച നിപതതി കാലേ ദക്ഷിണാദ്വോപഗാമി മയി നിഹിതമകാമം കർമ്മതൂദക്പദാർത്ഥം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ. ഇതി സുവിദിത വേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗി സംഗൈഃ വിമലമതിരധാസൗ ഭക്തിയോഗേന മുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗ്ദീച്യാം. പരമകിമുപഭൂക്ത്യാ ത്വത്പദാംബോജ ഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാദത്സ്വ ഭക്തിം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 16 വസന്തതിലകമാണ് വൃത്തം. നരനാരായണ ചരിതവും ദക്ഷയാഗവും. രണ്ടാമത്തേത് അവതാര ശ്ലോകാണ്, ഓർമ്മിക്ക. ദക്ഷോ വിരിഞ്ചതനയോദമനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വതംശേ. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതൂര്യഘോഷാഃ പുഷ്പോത്കരാൻ പ്രവവൃശുർനുനുപുഃ സുരൗഘാഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദൈത്യം സഹസ്രകവചം കവചൈ പരീതം സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈഃ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ
ശിഷ്ടൈകങ്കടമമും ന്യഹതാം സലീലം. തന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാത്സീഃ ശക്രോർഹതേ സമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രതീകായമാരം. കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷ വിസികൈർവികസദ്വിലാസൈഃ വിദ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാത ജഗദേ മൃദുഹാസവാചാ. ഭീത്യാലമംഗജവസന്തസുരാംഗനാവോ മന്മാനസന്ത്വിഹ ജുഷധ്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിതഃ സ്തുവതാമഥൈഷാം പ്രാദർശയ സ്വപരിചാരകകാതരാക്ഷീഃ. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാപുഃ ദത്താം ത്വയാ ച ജഗൃഹുർസ്തപസൈവ സർവ സ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പരിയാകുലോ ജനിഭവന്മഹിമാനിമർഷാത് ഏവം പ്രശാന്തരമണീയതരാവതാരാ ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ദക്ഷസ്തുതാധുരതിലാലനയാ രജോന്ധോ അത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. വൃദ്ധേശമർദിതമുഖഃ സതു കൃത്തശീർഷോ ദൈവപ്രസാദിതഹരാധതലബ്ധജീവः त्वत्पूरितक्रतुवरः पुनरापशान्तिं सत्वं प्राशान्तिकर पाहि मरुत्पुरेश. सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 17 ധ്രുവചരിതം വൃത്തം വസന്തതിലകം. ഉത്ഥാനപാദ നിർവതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാം അഭീഷ്ടാഃ അന്യാസു നീതിരിതി ഭർതൃരനാദൃതാ സാ ത്വാമേവ നിത്യമഗതി ശരണം ഗദാഭൂത്. അംഗേ പിതുസുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതി സുതോതിരോക്ഷ്യൻ ആജിക്ഷിബേ കില ശിശുസുതരാം സുരൂച്യ ദുസ്സന്ധ്യജാ ഖലു ഭവത് വിമുഖൈരസൂയാ. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോ നിജാംബാം സാഭിസ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശംസ. ആകർണ്യസോപി ഭവദർശന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാൽ കില പഞ്ചവർഷ സന്ദ്രഷ്ട നാരദ നിവേദിത മന്ത്രമാർഗാം ആരരാധ തപസാ മധുഗാനനാന്തേ. താദേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ദ്വിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാക്രമവർദ്ധിതേന നിന്നെ കഠോര തപസാ കില പഞ്ചമാസാൻ. താവത് തപോബല നിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിതത്വമുദായാൽ കരുണാദ്രചേതാ ത്വദ്രൂപഛിദ്രസ നിലീനമതേ പുരസ്താം ആവിർബഹൂവിധ വിഭോ ഗരുഡാധിരൂഢാ. ത്വദ്ദർശന പ്രമദ ഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസി ധരേണ തദ്ധാധരേണ. താവദ്വിബോധ വിമലം പ്രണുവന്തമേനം ആപാഷദാസ്തമവഗമ്യ തദീയ ഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം.
ഇത്യൂചുഷി ത്വയി ഗതേ നൃപനന്ദനോऽസൗ ആനന്ദിതാഖിലജനോ നഗരീം ഉപേതഃ രേമേ ചിരം ഭവതനുഗ്രഹപൂർണകാമ താദേ ഗതേ ച വനമാതൃതരാജ്യഭാരഃ യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സ യുദ്ധനിരതോ വിരുദോ മനുത്യാ ശാന്ത്യാ പ്രസന്ന ഹൃദയാൽ ധനധാതുപേതാൽ ത്വൽഭക്തിമേവ സുദൃഢം അവൃണോൽമഹാത്മാ അന്തേ ഭവത്പുരുഷനീത വിമാനയാത മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യ ജനപാലനലോലതീസ്ത്വം വാതാലയാതിപ നിരുന്തി മമാമയൗകാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 18 പൃഥു ചക്രവർത്തി ചരിതം. വൃത്തം പ്രഹർഷിണി. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തെ അംഗസ്യ വ്യജനിസുത സവേന നാമ യദ്ദോഷവ്യതിതമതിസരാജവര്യഃ ത്വത്പാദേ നിഹിതമനാവനം ഗതോഭൂത്. പാപോപി ക്ഷിതിതലപാലനായ വേന പൗരാദ്യൈരുപനിഹിത കഠോരവീര്യഃ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം ന്യരൗത്സീത്. സംപ്രാപ്തേ ഹിത കഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന കശ്ചനീതി ത്വന്നിന്ദാവചന പരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലഭദശാമനായിവേനഃ. തന്നാശാദ്ഖലജന ഭീരുകൈർമുനീന്ദ്രൈഃ തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഘേ പരിമതിതാദോരുദണ്ഡാത് ദോർദണ്ഡേ പരിമതിതേ ത്വമാവിരാസീഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വിഖ്യാത പ്രതുരിതി താപസോപദിഷ്ടൈഃ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരിവീര്യഃ വേനാർത്യാ കബളിത സമ്പദം ദരിദ്രീം ആക്രാന്താം നിജധനുഷാ സമാമകാർഷീഃ. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈർ ദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു അന്നാദീനി അഭിലഷിതാനി താനി താനി സ്വച്ഛന്ദം സുരഭിതനുമദൂദുഹസ്ത്വം. ആത്മാനം യജതി മകൈസ്ത്വയി ത്രിധാമൻ ആരപ്തേ ശതതമവാചി മേ ദയാഗേ സ്പർദ്ധാലുഃ ശതമക ഏത്യനീജവേഷഃ കൃത്വാശ്വം തവ തനയാത് പരാജിതോഭൂത്. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വന്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ വൃന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപുമൈക്ഷധാ സ്വയം സ്വം. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേഘാം ഗംഗാന്തേ വിഹിതപദഃ കഥാഭിദേവ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ ഐശിഷ്ടാസനകമുഖാൻ മുനീൻ പുരസ്താത്. വിജ്ഞാനം സനകമുഖോദിതം ദദാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താദൃക് പൃഥുവഭുരീശ സത്വരം മേ രോഗൗഘം പ്രശമയ വാതഗേഹവാസിൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 19 പ്രജേതസ്സുകളുടെ കഥ. ഇവിടെ വൃത്തം ഉപജാതി. പൃഥോസ്തു നപ്ത പൃഥുധർമ്മകർമ്മട പ്രാചീന ബർഹ്യേര്യുവധൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസുതാൻ അജീജനത്വത്കരുണാങ്കുരാനിവ. പിതൃശുശ്രൂഷാ നിരതസ്യ ശാസനാത് പവത്തപസ്യാഭിരദാദശാഭിദേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശൂർമനോഹരം. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവൽ സേവകദർശനാഭൃതഃ പ്രകാശമാസാദ്യ പുരപ്രചേതസാം ഉപാദിശത് ഭക്തതമസ്തവസ്തവം.
തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേവിഷദായുധം സമാം പവൽ സുഖാസ്വാദരസാദമീഷ്വിയാൻ ബഹൂവ കാലോ ധ്രുവവന്ന ശീക്രത തപോഭിരേഷാമതിമാത്രവർത്തിഭിः സയജ്ഞഹിംസാ നിരതോऽപി പാവിത്തഃ പിതാപി തേഷാം ഗൃഹയാതന നാരദ പ്രദർശിതാത്മാ ഭവദാത്മതാം യയൗ കൃപാബലേനൈവ പുരഃ പ്രചേതസാം പ്രകാശമാഗ പതകേന്ദ്രവാഹന വിരാജി ചക്രാദിവരായുധാംശുഭിർ പൂജാഭിരഷ്ടാഭിരുദഞ്ജദ്യുതി പ്രചേതസാം താവദയാചതാം അപി ത്വമേവ കാരുണ്യപരാധ്വരാനതാഃ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമത അവാപ്യകാന്താം തനയാ മഹീരുഹാം തയാ രമത്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ച മാം പ്രയാസ്യഥേരി ന്യഗതോ മുദൈവതാൻ തതശ്ച തേ ഭൂതലരോദിനസ്തരൂൻ കൃതാദഹന്തോ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈശ്ച ദത്താം തനയാം അവാപ്യതാം ത്വതുക്തകാലം സുഖിനോ വിരേമിരേ അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാ പ്രചേതസോ നാരദലബ്ധയാ ധിയ അവാപുരാനന്ദപദം തഥാ വിദത്വമേശ വാതാലയനാഥ പാഹി മാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 20. ഇവിടെ ഉപജാതി വൃത്തം ഋഷഭയോഗീശ്വര ചരിതം 9-ാമത്തെ ശ്ലോകം അവതാരമാണ്. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീദ്രരാജാദുദിതോഹിനാഭിഃ ത്വാം ദൃഷ്ടവാനിഷ്ടതമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞത്സുതുല്യം സുതമർത്ഥമാന സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ നാഭിപ്രിയായാമതമേരുദേവ്യാം ത്വമംശതോ ഭൂദൃഷഭാഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിദാശേഷജനപ്രമോദഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ത്വയി ത്രിലോകീ പൃഥിരാജ്യഭാരം നിധായനാപി സഹമേരുദേവ്യാ തപോവനം പ്രാപ്യ ഭവത് നിഷേവി ഗതക്കിലാനന്ദപദം പദം ദേ ഇന്ദ്രസ്തദുത്കർഷകൃതാദമർഷാത് വവർഷനാസ്മിന്ന ജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന ദ്വദതാ സുവർഷം. ഗിരേന്ദ്രദത്താം കമനീം ജയന്തീം അദോദ്വഹൻ ആത്മരഥാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മാ. നവാ ഭവൻ യോഗിവരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാത്വശീതിസ്തവ ശേഷപുത്രാഃ തപോബലാദ് ഭൂസുരഭൂയമീയുഃ. ഉക്ത്വാ സുതേഭ്യോദ മുനീന്ദ്രമധ്യേ വിരക്തിഭക്തിൻവിദമുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യ വൃത്തിം അഥാ ജഡോത്മത്ത പിശാചചര്യാം. പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനോ വിചചാര കൃഷ്ണാം മഹീം അഹീനാത്മരസാഭിലീനഃ. ശയുവ്രതം ഗോമൃഗ കാകചര്യാം ചിരം ചരൻ ആപ്യ പരം സ്വരൂപം ദവാകൃതാംഗ കുടകാചലേ ത്വം താപാൻ മമാപാ ഗുരുവാദനാദ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിയോ. അപ്പോൾ നമ്മള് ഇന്ന് 21 മുതല് 11 മുതൽ 20 വരെയുള്ള ദശകങ്ങളാണ് ചൊല്ലിയത്. എല്ലാവരും നല്ല ഭംഗിയായിട്ടൊക്കെ ചൊല്ലിയിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ ട്യൂണിൽ തന്നെ എല്ലാവരും പഠിച്ചു വെക്കുക കഴിയുന്നിടത്തോളം.
അപ്പൊ ഇന്ന് നമുക്ക് ചൊല്ലിത്തന്ന നമ്മുടെ രമാക്കയ്ക്ക് നന്ദി നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഇന്ന് വന്ന് ചൊല്ലിയ എല്ലാവർക്കും, അതേപോലെ ഇവിടെ ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഹരിയോ. ഇനിയിപ്പം നമുക്ക് ലോകകല്യാണ മന്ത്രം ചൊല്ലാൻ. രമാക്ക തന്നെ ചൊല്ലട്ടെ. ഹരിയോ. ഹരിയോ മക്ക. രമാക്ക ചൊല്ലിക്കൊള്ളു ലോകകല്യാണ മന്ത്രം. നമസ്കാരസ്തുതി. കൈകൾ നമസ്കാരസ്തുതി. കണ്ണുകൾ മൃദുവായി അടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം.